നമസ്കാരം. ഇപ്പോൾ ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നത് നമ്മളൊരു കാടൊക്കെ പിടിച്ച് കിടന്ന് ഒരു മുറ്റം, അപ്പോൾ നമ്മളൊരു വർക്കായിട്ട് എടുത്തതാണ്. അപ്പോൾ അവർക്ക് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ ചെയ്ത് കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ കുറേ ചെടികളുണ്ട്, ഇതെല്ലാം ചട്ടികളെല്ലാം പൊട്ടിയൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഈ ചെടികളൊക്കെ നമ്മൾ കുറച്ച് മാറ്റി വേറെ പുതിയ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് അവർക്ക് ഭിത്തിയിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി എടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരു ഘട്ടം ഘട്ടമായി നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതാദ്യം നമ്മളിതൊന്ന് വൃത്തിയാക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മളിതെല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് നല്ല രീതിക്ക് ഇതിൻ്റെ ഒരു സൈഡ് എല്ലാം വാരി മാറ്റി ആദ്യം ഒരു ചട്ടി നമ്മൾ റീപ്പോർട്ട് ചെയ്യും. ഇതെല്ലാ ചെടികളും റീപ്പോർട്ട് ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്നത്, നമ്മൾ ഈ ചട്ടിയെല്ലാം റീപ്പോർട്ട് ചെയ്തതിന് ശേഷം മണ്ണിട്ട് ആദ്യം ഒരു ലെവലാക്കി എല്ലാം ഒരേ ലെവലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും, എല്ലാം ഒരു ലെവലാക്കിയിട്ടുണ്ട്. വെള്ളം കൃത്യമായി വാർന്ന് നമ്മൾ തെങ്ങിൻ്റെ മുകളിലൂടെ പോകുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ മുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. വീടിനോട് ചേർന്ന് ചെറിയ മുറ്റങ്ങളുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ സ്ക്വയർ ഫീറ്റ് പല റേറ്റിന് കടകളിൽ കിട്ടും. 65-70 രൂപ പല റേറ്റിന് നല്ല നല്ല ഗ്രാസുകൾ കിട്ടും, ആർട്ടിഫിഷ്യൽ ഗ്രാസുകൾ കിട്ടും. ഇതൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കും. ഇപ്പോൾ നേരത്തെ കണ്ട ചെടികളെല്ലാം നമ്മൾ നല്ല ചട്ടിയിലോട്ട് റീപ്പോർട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനോട്ട് ഈ മണ്ണ് ലെവൽ ചെയ്തതിന് ശേഷം ബ്ലാക്ക് ഷീറ്റ് നമ്മൾ വിരിക്കുകയാണ്. ബ്ലാക്ക് ഷീറ്റ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇടുമ്പോഴത്തേക്ക് പൊടി മുകളിലോട്ട് കയറും. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഷീറ്റ് വിരിക്കും. ഫുള്ളായിട്ട് നമ്മൾ ബ്ലാക്ക് ഷീറ്റ് ഈ തറയിലൊക്കെ വിരിച്ച് ഒരു ഫിനിഷ് ചെയ്ത് വലിച്ച് ഒന്ന് ആണിയൊക്കെ അടിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ബ്ലാക്ക് ഷീറ്റ് നമ്മൾ നേരത്തെ കണ്ട അതുപോലെ ഫുൾ ബ്ലാക്ക് ഷീറ്റ് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിലോട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫിറ്റ് ചെയ്ത് ഈ ചെടികളൊക്കെ നമ്മൾ നല്ല വരിയായിട്ട് ഇതിനോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നമ്മൾ മണ്ണ് ക്ലിയർ ചെയ്ത് അതിൻ്റെ മുകളിൽ കറുത്ത ഷീറ്റ് വിരിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടത് കൊണ്ട് നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തോന്നും. പിന്നെ വെള്ളം എത്ര ഇതായാലും മഴ പെയ്താലും ഒക്കെ വെള്ളം വാർന്ന് അടിയിലോട്ട് പോകും. അതുപോലെ കറുത്ത ഷീറ്റാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിലും വെള്ളം കെട്ടി നിൽക്കത്തില്ല. സ്ലോപ്പ് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെങ്ങിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ച് ആ ഭാഗത്ത് ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീടിൻ്റെയൊക്കെ കുറഞ്ഞ സൈഡുകൾ ഇത് കുറച്ച് പൈസ ആവത്തുള്ളൂ. നമുക്കിതിപ്പോൾ ഞങ്ങളിത് ചെയ്തെടുത്തിരിക്കുന്ന ഒരു 20,000 രൂപ റേഞ്ചിൽ വന്നതാണ് ഇപ്പോൾ ഇത്രയും ഭാഗം ചെയ്തെടുത്തത്. ചെടികളൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ്. ചെടിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ ഒരു 10,000 രൂപ കൂടെ കൂടുതലാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൽ നമ്മുടെ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമ്മളിതിൻ്റെ വർക്കുകൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉണ്ട്, നാച്ചുറൽ ഗ്രാസും ഉണ്ട്. ഈ സൈഡ് നമ്മൾ കോൺക്രീറ്റ് ആണിയാണ് അടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. എങ്ങും ഇത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഭിത്തിയോട് ചേർന്ന് കോൺക്രീറ്റ് ആണി അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വെള്ളം മുകളിൽ വീണാലും ഒന്നും ഒരു കുഴപ്പവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.